ദേ 18 സെൻറ്റ് സ്ഥലത്ത് സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച ഗ്രാൻഡ് ഒരു വീട്. ഒരാൾ പോലും ഇവിടെ താമസിച്ചിട്ടില്ല. കാരണം വെറും 6 മാസം മാത്രമേ വീടിന് പഴക്കമുള്ളൂ. ഇവർ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചൊരു വീടാണ്. അതുപോലെ നിന്ന് പണിയിപ്പിച്ചൊരു വീടാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എത്ര വേനൽ വന്നാലും വെള്ളം പറ്റില്ല. അതേ കൂട്ട് വെള്ളമുള്ളൊരു കിണർ. ഇതേ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യുക. ആവശ്യത്തിനുള്ള മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതൊക്കെ പ്ലാവാണിത്. തൊട്ടപ്പുറത്ത് മാവ്, അതായത് ചെറിയ അധികം വലുതാകണേക്കും പിന്നെ കായ ഉണ്ടാകുന്ന ടൈപ്പുള്ള മാവും പ്ലാവൊക്കെയാണ് ഈ നട്ടുപിടിപ്പിച്ചേക്കണം. ഇഷ്ടം പോലെ ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ അതേ വളർന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ കൂട്ട് നല്ല ഇതിൻ്റെ അകത്തോട്ട് കയറി നിങ്ങൾ കാണണം. എന്നാൽ ഇതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്കിക്ക് വരണം. ഇങ്ങനെയുള്ള വീടുകളൊക്കെ വളരെ അപൂർവമേ വരാറുള്ളൂ. അങ്ങനെ വന്നേ. കാരണം ഇതേ കൂട്ടത്ത് വീടുകൾ വരും, പക്ഷേ ആരും താമസിക്കാത്ത വീട് വരാറില്ല. എന്തിനു പറയണത്, കറണ്ട് കണക്ഷൻ പോലും എടുത്തിട്ടില്ല. നിങ്ങൾ വാങ്ങിച്ചിട്ട് വേണം കറണ്ട് കണക്ഷൻ എടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ പേരിൽ കറണ്ട് കണക്ഷൻ എടുത്ത് തരും. ഇത് കണ്ട ആവശ്യത്തിന് സ്ഥലമാണ്. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ 6 മാസം പണി കഴിഞ്ഞിട്ട് അപ്പോൾ പുല്ലൊക്കെ പറിച്ചിട്ട് ഇവിടെ ഇട്ടേക്കണേ. ഇതെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് തരും. ഇത് ബാക്കിലാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്റ്റോറേജ് പോലെ ഒരു ഇത്, അല്ലെങ്കിൽ ഇപ്പോൾ സർവൻറ്റിന് താമസിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഉണ്ടാ ഇത് ആ മുകളിലിരിക്കണത് വാട്ടർ ഹീറ്റർ ഉണ്ടാ, അതുവരെ മേടിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ്. ഇതിൻ്റെ അകത്തും ആവശ്യത്തിനുള്ള എല്ലാവരും പണിയിപ്പിച്ച ഫർണിച്ചറാണ് ഇതിനകത്ത് കിടക്കണം. മൊത്തത്തിലുള്ള ഫ്ലോറും ഗ്രാനൈറ്റിലാണ് ചെയ്തേക്കണം. അത് തടി എന്നൊക്കെ പറയുകയാണെങ്കിൽ നല്ല തടി എടുത്ത് അതേ കൂട്ട് പണിതേക്കണാണ്. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വന്നത്. ഇത്തിരി വെളിച്ചക്കുറവുണ്ടാവട്ടെ, കാരണം കറണ്ട് കണക്ഷൻ എടുത്തിട്ടില്ല. ടെമ്പററി ആയിരുന്നു എടുത്തുവെച്ച വീട് പണിയാൻ വേണ്ടി. അത് കട്ട് ചെയ്ത് ഇതേണ്ട ക്രിസ്ത്യൻസിൻ്റെ വീടാണ്. അതാണ് രൂപവും കാര്യങ്ങളൊക്കെ ഇരിക്കണം. വേണ്ട ഇതൊക്കെ വാങ്ങിച്ചിട്ടിട്ടേ ഉള്ളൂ, പക്ഷെ താമസിച്ചിട്ടില്ല ഇതിനകത്ത്. കാരണം ബാക്കിയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇതിനകത്ത്. ഇതേ ഡൈനിങ് ഹാള്. കാരണം ഇവരുടെ പഴയ വീട് ഇന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി എല്ലാവർക്കും ഭയങ്കര മടി. കാരണം പഴയ വീട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം മാത്രമാണ് ഇത് കൊടുക്കണം. കണ്ട മൊത്തത്തിൽ ഗ്രാനൈറ്റ് കണ്ട. ഇതാണ് വാഷ് കൗണ്ടർ ഏരിയ കണ്ട. നിങ്ങൾ ലിവിങ് ഏരിയ ഉണ്ട്. ഇനിയിപ്പോൾ ഡൈനിങ് ഹാളിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ. കണ്ട മൊത്തത്തിൽ തടിയാണ്. ഹാൻഡ് റെയിലും കാര്യങ്ങളെല്ലാം തടിയാണ്. അതുപോലെ തന്നെ എന്താ സ്റ്റെയർ കേസിൻ്റെ സൈഡൊക്കെ ഗ്രാനൈറ്റാണ് ഒട്ടിച്ചേക്കണം, സ്ലാബ്. കാരണം എപ്പോഴും ഇങ്ങനെ നടന്ന് കയറുമ്പോൾ പിടിച്ചഴുക്കാണ്ടിരിക്കാൻ. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം വ്യക്തമായിട്ട്. ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത്. 2 കിച്ചണാണ് ഈ വീടിനുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ മെയിൻ കിച്ചൺ. ഉണ്ട്, പണിയൊക്കെ കഴിഞ്ഞ് കിടക്കണേണ്. കംപ്ലീറ്റ് ഫിനിഷായിട്ട് കിടക്കണേണ്. ഇനി നിങ്ങളെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഫർണിച്ചറുണ്ട്. ബാക്കിയുള്ള ഫർണിച്ചറായിട്ട് വന്ന് നിങ്ങൾക്ക് താമസം തുടങ്ങാം. കറണ്ട് കണക്ഷനും എടുത്താൽ എല്ലാ ഡോറും തടിയിലാണ്ട് ചെയ്തേക്കണം. ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത്. ഇതിന് വേണമെങ്കിൽ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം ഇത്രയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ ഇത് സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. ഉണ്ട്, അതും നല്ല വലിപ്പമുള്ള സ്റ്റോർ റൂമാണ് കൊടുത്തേക്കണം. ഇതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. ബാക്കിയൊക്കെ നമുക്ക് മുകളിലോട്ട് കയറുമ്പോൾ പറയാം. ഇതിൻ്റെ റൂമൊന്ന് കണ്ടു നോക്കിക്കോട്ടോ. എൻ്റെ ഇവർ കട്ടിലൊക്കെ മേടിച്ചിട്ടുണ്ട്. കട്ടിൽ മേടിച്ചല്ലോ, ഇവിടെ തന്നെ പണിതാണ്. ഉണ്ട്, കട്ടിൽ, അതേപോലെ ഒരു മേശ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ടേബിളൊക്കെ ആയിട്ട് കമ്പ്യൂട്ടറിൻ്റെ ടേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഉണ്ട്, സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്യാനുള്ളതുണ്ട്. ആ കിടക്കണ മേശയും ഇതെല്ലാം ഇവിടെ തടിയിൽ പണിയിപ്പിച്ചേണ്ട. എന്നിട്ട് വാങ്ങിച്ചൊന്നുമല്ല. ഉണ്ട്, കറണ്ട് ഇല്ലാത്ത കാരണം ഇത്തിരി വെളിച്ചക്കുറവുണ്ട്. എന്നാലും ബാത്റൂമിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കണ്ട 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ വീട്. 18 സെൻറ്റ് സ്ഥലത്ത് 3000 സ്ക്വയർ ഫീറ്റ് വീട്. ഇത് 2ാമത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുള്ള. കണ്ട, ഇത് കട്ടിലൊക്കെ വാങ്ങിച്ചിട്ടല്ല, നിങ്ങൾ പ്രത്യേകം പറയണേ. കട്ടിൽ, ഈ മേശ, ഇതെല്ലാനും ഇവിടെ തന്നെ പണിയിപ്പിച്ചതാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, സ്വന്തം ആവശ്യത്തിന് പണിത്. ഡ്രസ്സിങ് ഏരിയ, ടേബിൾ സെറ്റ് ചെയ്യാനുള്ള ഏരിയ, അതിൻ്റെ ബാത്റൂം. എല്ലാവരും വലിയ ബാത്റൂമാണ്. 1-2 പോലും ചെറുതില്ല ആ ഒരു രീതിക്ക്. അപ്പോൾ ഇത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 സെൻറ്റ് സ്ഥലം, 3000 സ്ക്വയർ ഫീറ്റ് വീട്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂം, എല്ലാത്തിനും കൂടി ചോദിക്കണ വില 1,35,00,000 രൂപയാണ്. അവർ മുടക്കിയ പൈസയാണത്.
അത് മാത്രമേ അവർ ചോദിക്കുള്ളൂ. കാരണം ഈ വീടിൻ്റെ വർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലത്. കാരണം ഇത്രയും ചെയ്തേണ്ട, ഇത്രയും തടിപ്പണി ഉണ്ട് വേണ്ട. സൈഡൊക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് പൊതിഞ്ഞേക്കണേണ്. കാരണം സ്റ്റെപ്പും ഫ്ലോറും എല്ലാം കംപ്ലീറ്റ് A to Z ഗ്രാനൈറ്റാണ് ഫ്ലോർ വർക്ക് ചെയ്തേക്കണം. ഉണ്ട് എൻ്റെ തടിയുടെ ഇതൊക്കെ ഉണ്ട്. ഹാൻഡ് റെയിലൊക്കെ തടിയും ഗ്ലാസ്സുമാണ്. അതായത് അത്രയും നല്ല ഗ്രാൻഡായിട്ട് പണിതേക്കണ വീട്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് കോട്ടയം കുറുവിലങ്ങാടാണ് കേട്ടോ. ഇതാണ് മുകളിലത്തെ ഹാള് വരുന്നത്. ഇനി ഇതിന് ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓപ്പൺ ടെറസ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ തന്നില്ലേ, വാട്ടർ ഹീറ്ററൊക്കെ കാണിച്ചു തന്നില്ലേ. ഇതാണ് ഇവിടെയൊക്കെ കംപ്ലീറ്റ് പാനൽ ചെയ്തേക്കണാണ് 5 അടി ഹൈറ്റിൽ. ഇതേ മുകളിലത്തെ നിലയില ഫസ്റ്റ് ബെഡ്റൂം, അതിൻ്റെ മേശ കാര്യങ്ങൾ എല്ലാം അവിടുത്തെ ട്യൂബും ബൾബും എല്ലാവരും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് കണക്ഷൻ എടുത്താൽ മാത്രം മതി. ഇത്രയും കാര്യങ്ങളെല്ലാം ഇവർ ചെയ്ത് വെച്ചാണ്. ഇവിടെ മുകളിലത്തെ നല്ല വെട്ടം കിട്ടുന്നുണ്ട്. അതിൻ്റെ ബാത്റൂം, ഫാൻ വരെ എല്ലായിടത്തും ഫാനും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്തിട്ടേക്കണാണ്. ഇതിനകത്ത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഫർണിച്ചറിൻ്റെ കുറവുണ്ട. ബെഡ് വാങ്ങിക്കണ്ട. ഇതിൻ്റെയൊക്കെ ഭിത്തി കണ്ട, ഈ കയറി വരുന്ന വഴിക്ക് മൊത്തം ഗ്രാനൈറ്റ് പൊതിഞ്ഞേക്കണാണ്. ഇതേ 4ാമത്തെ ബെഡ്റൂം എന്താ, അതിലും ടേബിളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതേ ഡ്രസ്സിങ് ഏരിയ. ഇവിടെ നിങ്ങൾക്ക് ഡ്രസ്സിങ് കബോർഡ് സെറ്റ് ചെയ്യണം കേട്ടോ. അതിനുള്ള സ്പേസാണ് ഇട്ടേക്കണം. ഇത് അതിൻ്റെ ബാത്റൂം എന്താ, ബാത്റൂം എല്ലാത്തിൻ്റെ ഫിറ്റിങ്സ് ഇറക്കണം. A to Z പണിയും കഴിഞ്ഞ് ഇറക്കണാണ്. ഇനി താമസിക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാ, ലൊക്കേഷൻ പറഞ്ഞ്, അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റ് എത്ര സെൻറ്റാണ് വില, എല്ലാ കാര്യങ്ങളും പറഞ്ഞ്. ഇത് ഇവിടെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. റൂമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ റൂമായിട്ട് ഉപയോഗിക്കുക, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കുക. പിന്നെ ഇത് തുറക്കാൻ പറ്റിയില്ല, കാരണം ഇത് ലോക്കായി കിടക്കണേണ്. എൻ്റെ താക്കോൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അത്ര ജനലിൻ്റെ അകത്തേക്ക് സൈഡിൽ കൂടി ഞാൻ കാണിച്ചു തരാണ്ട. അതും ഒരു ഏരിയയാണ്. അത് ബാൽക്കണിയാണ്. നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാണുന്നൊരു ബാൽക്കണി. ഇനി ഇതിൻ്റെ തൊട്ടിപ്പുറത്തുണ്ട്, അതും കൂടി പോയി കാണാം. ഈ വീടിന് 5 ബെഡ്റൂം ഉണ്ട്. 5 ബെഡ്റൂമിൻ്റെ വീടാണിത്. പറഞ്ഞത് തെറ്റിപ്പോൾ വേണ്ട. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു റൂമും കൂട്ടി 6 തന്നെ പറയാം. 5 ബെഡ്റൂം, 3000 സ്ക്വയർ ഫീറ്റ്, 5 BHK അങ്ങനെ തന്നെ പറയാം. ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ ഞാൻ ആദ്യം പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. അതിൻ്റെ ബാത്റൂം, വേണ്ട എല്ലാവരും നിങ്ങൾ നോക്കിയണ്ട. പക്ക നീറ്റ് ആൻഡ് ക്ലീനിൽ പണിക്കാരെ നിർത്തി അതുപോലെ ഫിനിഷ് ചെയ്തൊരു വീട്. ഇതാണ് നിങ്ങളുടെ ഓപ്പൺ ഏരിയ. ഇതിപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിലോട്ടിന് സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനപ്പോൾ അത് കാണിച്ചു തരാം. ഉണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ബെർത്ത് ഉണ്ടോ. എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിലൊക്കെ വെക്കാം. ഇതിൻ്റെ മുകളിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് മറ്റേ ഹീറ്ററും കാര്യങ്ങളൊക്കെ